അടുത്ത സ്റ്റാർട്ടോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇന്ത്യൻ കോർ തിയേറ്റേഴ്സിന്റെ 100 ഡ്രാമാസ്കോപ്പ് നാടകം നിങ്ങൾ എന്നെ ഐ.ടി.കാരനാക്കി. ഈ വീട്ടിൽ ഓരോ അലപ്പിലും പൊക്കില്ലാത്ത കത്തോർണേ മോശില്ലേ? വെറുതെ കിടന്നാലേ ഈ സൗണ്ട് കാർഡ് കേടാക്കുന്ന മനുഷ്യ. ഞാനിവിടെ തന്നെ ഉണ്ട്. എവിടെയായിരുന്നു ഇത്ര നേരം? ഹാർഡ് ഡിസ്ക് അടിച്ചുപോയ മദർ ബോർഡിന്റെ കീബോർഡിൽ UPS കത്തിക്കാൻ പോയേക്കുമായിരുന്നു. കേട്ടല്ലോ, സ്വന്തം തള്ളയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെക്കാൻ പോയതാണെന്നാ പറഞ്ഞത്. ആ അതിരിക്കട്ടെ, ഒരു കോഫി റിക്വസ്റ്റ് ചെയ്തിട്ട് സമയം എത്രയായി? ഓ, അത് ഞാൻ അടുക്കളയിൽ ഗാർബേജ് കളക്ഷനിലായിരുന്നു. എന്തു വെച്ചാൽ? അടുക്കളയിൽ ചപ്പും ചവറും എടുത്ത് കളയുകയായിരുന്നു. ഓ അങ്ങനെ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ കോഫി റിക്വസ്റ്റ് ടൈം ഔട്ടായി. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ കോഫി അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ വേണ്ട. ആ അതിരിക്കട്ടെ, ലാസ്റ്റ് റിലീസ് ചെയ്ത നമ്മുടെ എവിടെ? എന്ത്? എടി, നമ്മുടെ ഇളയ മകൾ എവിടെയെന്ന്? അവളകത്ത് അവളുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്യുകയോ? മനുഷ്യ, അവൾ മേക്കപ്പ് ചെയ്യുകയാണ്. ഓ അങ്ങനെ. മോളെ റാണി, അയ്യോ മറന്നു. അവളെ അങ്ങനെ വിളിച്ചാൽ വരില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടറിന്റെ പേര് വിളിച്ചാലേ അവൾ വരൂ. അതുകൊണ്ട് റാണി വേണ്ട. മോളെ സോണി. അച്ഛൻ എന്നെ വിളിച്ചോ? ആ വിളിച്ചു. മോളെ സോണി, നിനക്കിപ്പോ എത്ര വയസ്സായെന്ന് അറിയാമോ? അറിയാം, 22 മെഗാബൈറ്റ്സ്. എന്ത്? 22 വയസ്സെന്ന്. മോളെ, നീ ഇങ്ങനെ ഹാർഡ് ഡിസ്കിൽ നിറഞ്ഞ ഡാറ്റ പോലെ ഒരു കവിഞ്ഞ് നിൽക്കുന്നത് അച്ഛന് കാണാൻ വയ്യ. അതിന്? നിന്നെ കാണാൻ ഇന്നൊരു ചെറുക്കൻ വരുന്നുണ്ട്. അത് നടക്കില്ല അച്ഛാ. എന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കോമ്പാറ്റബിൾ ആയ ഒരാളെ ഞാൻ കേട്ടു. എന്ത്? എന്റെ മനസ്സിനിണങ്ങിയ ആളെ ഞാൻ കേട്ടു. നടക്കില്ല. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഞാൻ ലോഗൌട്ട് ചെയ്യും അച്ഛാ, ലോഗൌട്ട് ചെയ്യും. മോളെ, മോശില്ലേ, എന്താണ് നമ്മുടെ മോളിങ്ങനെ? നിങ്ങളിങ്ങനെ വിഷമിച്ച് വെറുതെ സെർവറോട് കൂട്ടേണ്ട. നമുക്ക് അവളെ എങ്ങനെയെങ്കിലും റീസ്റ്റോർ ചെയ്യാമെന്നേ. താഴെ വെച്ചാൽ ഹാക്ക് ചെയ്യും, തലയിൽ വെച്ചാൽ ക്രാഷ് ആവും എന്ന് പറഞ്ഞ് വളർത്തിയതാ. ഇതാരായി വരുന്നത്? നമ്മുടെ പുന്നാരം മുണ്ടല്ലേ? ഇതെന്ത് ലോകം? ഇങ്ങനെയുണ്ടോ നാട്ടുകാര്? എന്താണതല്ലേ? എന്തു പറ്റി? ഒരുത്തനെ ബോർഡ് അടിച്ചു പോയ സിസ്റ്റത്തെ പോലെ തല്ലുന്നത് കണ്ടിട്ട് ഒറ്റ ഒരുത്തരും തിരിഞ്ഞു നോക്കിയില്ല. നീ കണ്ടിരുന്നെങ്കിൽ നിനക്ക് ചോദിക്കുമായിരുന്നില്ലേ? ആ അത് ശരി. ഞാൻ തല്ല് കൊള്ളുകയും വേണം, ഞാൻ തന്നെ ചോദിക്കുകയും വേണമെന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാണ് വെച്ചാ. വെറുതെ അല്ല നെല്ലിന്റെ പല്ലെല്ലാം പോയി. ആട്ടെ, അവരെന്തിനാ നിന്നെ തല്ലിയത്? കാര്യം നിസ്സാരം. അതുവഴി പോയൊരു പെണ്ണിനെ നോക്കിയിട്ട് ഹാർഡ്വെയർ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞുപോയി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പെണ്ണിന്റെ സ്ട്രക്ചർ കൊള്ളാമെന്നാ. പക്ഷെ ഈ നാട്ടുകാർക്ക് മനസ്സിലായില്ല അച്ഛാ. പോലീസുകാരുടെ കയ്യിൽ നിന്ന് നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നിന്നെ എടുത്തത് റീസൈക്കിൾ ബില്ലിൽ തന്നെ. പിന്നെ റീസ്റ്റോർ ചെയ്താലും നിന്റെ സ്ട്രക്ചർ കിട്ടില്ല എന്നതാ. അടിച്ചുപോയ ഹാർഡ് ഡിസ്കിൽ കുത്താതെ അച്ഛാ. എന്ത്? എന്റെ ശവത്തിൽ കുത്തരുതെന്ന്. അതല്ലേ, ആദ്യം നിന്റെ ഈ കമ്പ്യൂട്ടർ ഭാഷ ഒന്ന് നിർത്തും. ഈ IT യുഗത്തിൽ ജീവിക്കുന്ന ഞാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെ സംസാരിക്കും അച്ഛാ? നീ ഇവിടെ IT-യും CT-യും ആയി കിടക്കാതെ വല്ല പണിക്ക് പോകൂടാ. അതിന് എന്റെ മൂടത്തിന് പറ്റിയ ജോലി കിട്ടണ്ടേ? മോളമോ? അതായത് എന്റെ മൂടിന് പറ്റിയ ജോലി കിട്ടണ്ടേ എന്ന്. നിന്റെ മൂടിന് ഞാൻ ഇന്നലെ നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ആ ഇമെയിലിനെ എനിക്കിഷ്ടമായില്ല അച്ഛാ. കാരണം സോഫ്റ്റ്വെയർ പ്രോബ്ലം. കല്യാണത്തിന് മുൻപ് നീ അതും നോക്കിയോ? അയ്യോ അതല്ല അച്ഛാ,
സോഫ്റ്റ്വെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പെൺകുട്ടിയുടെ സംസാരത്തിന് സോഫ്റ്റ്നെസ് ഇല്ല എന്നാണ്. അതൊക്കെ പിന്നെയും സഹിക്കാം. പെണ്ണിന്റെ മൈൻഡ് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ഡിസോർഡർ ആക്കി എടുക്കുക. നീ പറയുന്നതൊന്നും ഈ അച്ഛന് മനസ്സിലാവുന്നില്ല മോനെ. പെണ്ണിന്റെ വീടും പരിസരവും എല്ലാം മഹാവൃത്തികേടായി കിടക്കാണ്. പോരാതിനും പെണ്ണിന്റെ മുഖം നിറയെ വൈറസും. വൈറസോ? ആ, നാട്ടുഭാഷയിൽ ചുണങ്ങുന്നുമായി. നീ കണ്ട പിള്ളേരുടെ ഹാർഡ്വെയർ നമുക്ക് നടന്നു. ഇവിടെ നിന്റെ പെങ്ങൾ പേരെന്ന് നിൽക്കുന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അത് പറഞ്ഞപ്പോഴാ ഇന്ന് അവളെ കാണാൻ ആരോ വരുമെന്ന് പറഞ്ഞിട്ട്. അത് ശരിയാവില്ല മോനെ, എന്താണെന്ന് അറിയില്ല. അവൾ സമ്മതിക്കുന്നില്ല. അച്ഛൻ അവളെ വിളിച്ചൊന്ന് ചോദിക്കൂ, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. മോളെ സോണി, സോണി. അച്ഛൻ എന്നെ വിളിച്ചോ? ആ, വിളിച്ചു. നിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കോമ്പാറ്റബിൾ ആയ ആരെങ്കിലും നീ കണ്ടുവച്ചിട്ടുണ്ടോ? തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബ്രോഡ്ബാൻഡ് പ്ലസ് 2 പഠിക്കുന്ന പ്രീജിയുമായി ഞാൻ പ്രണയത്തിലാണ് അച്ഛാ, പ്രണയത്തിലാണ്. എന്താണ് ഞാൻ കേൾക്കുന്നത്? ഒരജിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ 3 അജിമാരുമായി നീ ഇതെങ്ങനെ മാനേജ് ചെയ്യും മോളെ? ഓ, 3G എന്ന് പറയുന്നത് 3 അജി എന്നൊന്നും അല്ല. 3 എന്ന് പറയുന്നത് അജിയുടെ ഇനിഷ്യലാണ്. ശരിയായ പേര് ശ്രീജി എന്നാണ്. സോണി, അച്ഛനും അമ്മേ പറയാറുണ്ട്, സിസ്റ്റം ചെന്ന് ഡിസ്കിൽ വീണാലും ഡിസ്ക് വന്ന് സിസ്റ്റത്തിൽ വീണാലും KD USB അത് നീ മറക്കരുത്. ഞാനും കുറെ നാള് കൂടി ഇവിടെ വരുന്നതല്ലേ. കഴിക്കാൻ എന്തെടുക്കണം? നല്ല അരിക്കൂട്ടുണ്ട്, എടുക്കട്ടെ? അയ്യോ വേണ്ട, വരുന്ന വഴിക്ക് ഞാൻ ഓർക്കൂട്ട് കഴിച്ചിരുന്നു. എങ്കിൽ പറ, എന്നെ എന്നാണ് 3G ഏട്ടന്റെ PC യൂണിറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? വരുന്ന കമ്പ്യൂട്ടർ മാസം ചിങ്ങം 10-ന് നിന്റെ കഴുത്തിൽ ഞാൻ ടാറ്റ കേബിൾ കിട്ടിയിരിക്കും. എന്താ പോരെ? അയ്യോ 3G ഏട്ടാ, അങ്ങോട്ട് മാറി നിൽക്ക്. വൈറസ് കില്ലർ കാസ്പ്രോ വരുന്നു. വേണ്ട ചേട്ടാ, ഇവൻ വല്ലാത്തൊരു വൈറസാ. ആക്രമിച്ചാൽ ഇവൻ നമ്മുടെ ബന്ധം ഹാങ് ആക്കും. ഇതുപോലെ കാലഹരണപ്പെട്ട വൈറസുകളൊന്നും എനിക്ക് പേടിയില്ല. എടാ കാസ്പ്രോ, ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. വല്ലതും പറ്റിയോ? നീ പേടിക്കണ്ട, എന്റെ കീബോർഡിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എത്ര വലിയ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. നിനക്കും ഇത് ബാധകമാണ്. നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താലോ? മോളെ. അയ്യോ അച്ഛൻ, ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോകൂ. അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും പോവോ? നിൽക്കവിടെ. ഈ ഇന്ത്യൻ തറവാട്ടിന്റെ പേര് കളഞ്ഞേ നീ ഇറങ്ങും അല്ലേടി? അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഈ 3G ഏട്ടൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു. സന്തോഷമായി മോളെ, ഈ അച്ഛന് സന്തോഷമായി. എന്താ മോന്റെ പേര്? 3G ടെക്നോളജി തറവാട്ടിലാണ്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും. എന്നാൽ ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ ആയിക്കൂടെ? ആയിക്കോട്ടെ. ഇവിടെ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണം അച്ഛൻ. നന്നായി വരട്ടെ മക്കള്, നന്നായി വരട്ടെ. മോളെ HP, ഇനി ധൈര്യമായിട്ട് നീ കയറിപ്പോരടി. ഇതാരാ? അച്ഛാ, ഒരു കമ്പ്യൂട്ടർ ജീനിയസ് എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ മിനിമം 2 സിസ്റ്റം എങ്കിലും വേണം. അതാണ് ഈ 2 പേർ. അതെന്തിനാ? ഇവർ എനിക്ക്